വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്കും ഭാവിക്കും മുന്നിൽ നിയമത്തിന്റെ പേരിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ വാതിലുകൾ കൊട്ടിയടയ്ക്കുന്ന കാഴ്ച ഇന്ന് നമ്മൾ വീണ്ടും കാണുകയാണ്. നീറ്റ് പരീക്ഷാ കേന്ദ്രത്തിൽ വെറും ഏതാനും മിനിറ്റുകൾ വൈകിയതിന്റെ പേരിൽ പരീക്ഷ എഴുതാൻ അനുവാദമില്ലാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികളും അധികാരികളുടെ കാലിൽ വീണ് കെഞ്ചുന്ന രക്ഷിതാക്കളുടെ വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറൽ. ഇത് കേവലം ഒരു പരീക്ഷാ ക്രമീകരണമല്ല, മറിച്ച് മാനവികതയുടെ തോൽവി കൂടിയാണ്. ഏതാനും മിനിറ്റുകൾ വൈകി എന്ന ഒറ്റ കാരണത്താൽ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ ഭാവി ഇരുട്ടടയുന്നത് എന്തുതരം നീതിയാണ് എന്നാണ് സമൂഹം ചോദിക്കുന്നത്. ഇന്നലെ നടന്ന നീറ്റ് എക്സാമിന്റെ അന്ന് ബംഗളൂരുവിൽ കോൺഗ്രസ് നടത്തിയ റാലിയെ തുടർന്ന് വലിയ ഗതാഗത കുരുക്കായിരുന്നു ഉണ്ടായത്. ആ കുരുക്കിൽപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നഷ്ടമായ സംഭവം ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമാകുന്നു. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസും തിരിച്ചടിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ഇന്നലെയാണ് വീണ്ടും നടത്തിയത്. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്നലെ പരീക്ഷ എഴുതിയത്. എന്നാൽ ബംഗളൂരു നഗരത്തിൽ ഇന്നലെ നടന്ന കോൺഗ്രസ് റാലി വലിയ ഗതാഗത കുരുക്കിന് വഴിവെച്ചു. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കേണ്ടുന്ന പരീക്ഷയ്ക്കായി 1:30 മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. എന്നാൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിനാൽ 3 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ല. ഗേറ്റ് അടച്ചതിനെ തുടർന്ന് പരീക്ഷകളിൽ പ്രവേശിക്കാൻ വിദ്യാർത്ഥികൾ മതിൽ ചാടി കടക്കാൻ ശ്രമിക്കുന്നതിന്റെയും രക്ഷിതാക്കൾ പൊട്ടിക്കരയുന്നതിന്റെയും ദൃശ്യങ്ങൾ വലിയ നൊമ്പരമാണ് സൃഷ്ടിച്ചത്. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും DK ശിവകുമാറിനുമെതിരെ രക്ഷിതാക്കൾ പരസ്യമായി രംഗത്തെത്തി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷാ ദിനത്തിൽ തന്നെ ഇത്തരമൊരു റാലി സംഘടിപ്പിച്ചത് ശരിയായില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അധികാര കൊതി കാരണം കോൺഗ്രസ് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുകയാണെന്ന് BJP നേതാക്കളായ തേജസ്വി സൂര്യയും സുധാംശു ത്രിവേദിയും ആരോപിച്ചു. വിദ്യാർത്ഥികളോട് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധിക്ക് ബാധ്യതയുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം BJPയുടെ ആരോപണങ്ങളെ തള്ളിക്കൊണ്ട് കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെ രംഗത്തെത്തി. പോലീസ് കൃത്യമായ ഗതാഗത മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതായും പരീക്ഷ നഷ്ടപ്പെട്ടവരിൽ ഒരാൾ പഴയ ഹാൾ ടിക്കറ്റുമായാണ് വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ 89 തവണ പരീക്ഷാ പേപ്പറുകൾ ചോർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു. പരീക്ഷ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളോട് കോൺഗ്രസ് നേതാവ് BK ഹരിപ്രസാദ് ഖേദം പ്രകടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷ നടത്തിപ്പിലെ വീഴ്ചകൾ മൂലം ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ BJP മാപ്പ് പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും പരീക്ഷ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇനി എന്ത് എന്ന കാര്യത്തിൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.